എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നാളെ നമുക്കൊരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് കുവൈത്തിലെ ഗവൺമെൻറ് കമ്പനിയിലേക്ക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2-3 വീഡിയോസിൽ നമ്മൾ ഉൾപ്പെടുത്തിയൊരു വേക്കൻസി തന്നെയാണ്. എങ്കിലും നിങ്ങൾ അവസാനമായിട്ട് ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നാളെയാണ് 18-ാം തീയതിയാണ് നമുക്കതിന് ഇൻ്റർവ്യൂ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ തൊഴിൽ വാർത്തകൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കേണ്ട. തൊഴിൽ ആവശ്യമുള്ളവരിലേക്ക്, യോഗ്യതയുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക. അപ്പോൾ നമുക്ക് ആ വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ പറയുന്നത് വേക്കൻസികൾ, കാറ്റഗറികൾ എന്തൊക്കെയാണെന്നും സാലറിയുമാണ്. അതിന് എന്തൊക്കെ യോഗ്യത വേണമെന്നുള്ളതൊക്കെ ഞാൻ ഇതിൻ്റെ അടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കാൻ. നമുക്ക് ആദ്യം വന്നിട്ടുള്ള വേക്കൻസി ബേക്കർ പോസ്റ്റിലേക്കാണ്. യൂറോപ്യൻ ഡിഷസ് ഉണ്ടാക്കാൻ അറിയുന്ന ബേക്കർ പോസ്റ്റിലേക്ക് 406 കുവൈറ്റ് ദിനാറാണ് സാലറി. ഏകദേശം 1,10,000 രൂപ വരും. ബേക്കറി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അസിസ്റ്റൻറ്റ് ബേക്കർ യൂറോപ്യൻ പോസ്റ്റിലേക്ക് ഇതേപോലെ തന്നെ 399 കുവൈറ്റ് ദിനാറാണ് സാലറി. 1,00,000 രൂപ നിങ്ങൾക്ക് സാലറി ആയിട്ടുണ്ടാവും. ബേക്കർ പോസ്റ്റ് അറബിക് 386 കുവൈറ്റ് ദിനാറാണ് സാലറി. 1,05,000 ഇന്ത്യൻ രൂപ. ബേക്കർ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഷിഫ്റ്റഡ് ബേക്കറീസ് പോസ്റ്റിലേക്കും മിക്സർ ബേക്കറി യൂറോപ്യൻ പോസ്റ്റിലേക്ക് 253 കുവൈറ്റ് ദിനാറാണ് സാലറി. ഏകദേശം 69,000 ഇന്ത്യൻ രൂപ. ഇത് 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. മെഷീനറി ഓപ്പറേറ്ററായിട്ട് ബേക്കറി പോസ്റ്റിലേക്ക് 210 കുവൈറ്റ് ദിനാറാണ് സാലറി. ബേക്കറി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. മിക്സർ അറേബ്യൻ ബേക്കറി പോസ്റ്റിലേക്ക് 172 കുവൈറ്റ് ദിനാറാണ് സാലറി. ഏകദേശം 47,000 ഇന്ത്യൻ രൂപ. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. HVAC ആൻഡ് AC എഞ്ചിനീയർ, മെക്കാനിക്കൽ എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ പോസ്റ്റുകളിലേക്ക് 597 കുവൈറ്റ് ദിനാറായിരിക്കും സാലറി. ഏകദേശം 1,70,000 രൂപയോളം വരും. എഞ്ചിനീയർ ഡിഗ്രി അല്ലെങ്കിൽ ITI ഡിപ്ലോമ പാസ്സായവരായിരിക്കണം. എഞ്ചിനീയർ ഡിഗ്രിയോ അല്ലെങ്കിൽ IT ഡിപ്ലോമയോ പാസ്സായവരായിരിക്കണം. മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ സിവിൽ ഫോർമാൻ, ബേക്കറീസ് മെയിൻ്റനൻസ് സൂപ്പർവൈസർ, മെക്കാനിക്കൽ ഫോർമാൻ, AC ആൻഡ് റെഫ്രിജറേഷൻ ഫോർമാൻ പോസ്റ്റുകളിലേക്ക് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് നിങ്ങൾക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ ITI അല്ലെങ്കിൽ പാസ്സായിരിക്കണം. സ്റ്റീൽ ഫിറ്ററിന് അതേപോലെ തന്നെ ടേണർ സ്റ്റീൽ ഫിറ്റർ പോസ്റ്റിലേക്കും ടേണർ പോസ്റ്റിലേക്കും 87,000 ഇന്ത്യൻ രൂപയായിരിക്കും സാലറി. സാനിറ്ററി മെറ്റീരിയൽ ടെക്നീഷ്യനായിട്ട് 303 കുവൈറ്റ് ദിനാറാണ് സാലറി. 83,000 ഇന്ത്യൻ രൂപയോളം വരും. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് 3 വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. ഓട്ടോ ഇലക്ട്രീഷ്യനായിട്ട് 253 കുവൈറ്റ് ദിനാറായിരിക്കും സാലറി. ഏകദേശം 69,000 ഇന്ത്യൻ രൂപ. ഓട്ടോ വർക്ക്ഷോപ്പിൽ നിങ്ങൾക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റും ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ മോട്ടോർ ഇലക്ട്രീഷ്യൻ വേക്കൻസിയിലേക്ക് ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പിൽ എക്സ്പീരിയൻസ് ഉള്ള അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഉള്ളവരെയാണ് ആവശ്യം. ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഉള്ളവരെയാണ് ആവശ്യം. 69,000 ഇന്ത്യൻ രൂപയായിരിക്കും സാലറി. മേസൺ പോസ്റ്റ്, അതേപോലെ തന്നെ അസിസ്റ്റൻറ്റ് റെഫ്രിജറേഷൻ ടെക്നീഷ്യൻ, അസിസ്റ്റൻറ്റ് എയർ കണ്ടീഷൻ ടെക്നീഷ്യൻ, അസിസ്റ്റൻറ്റ് HVAC ടെക്നീഷ്യൻ, അസിസ്റ്റൻറ്റ് HVAC ടെക്നീഷ്യൻ, ഇത്രയും പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് 210 കുവൈറ്റ് ദിനാറായിരിക്കും സാലറി. ഏകദേശം 58,000 ഇന്ത്യൻ രൂപ. അതേപോലെ നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി അസിസ്റ്റൻറ്റ് സാനിറ്ററി ഫിറ്റിംഗ് ടെക്നീഷ്യൻ, കാർപ്പൻ്റർ, അസിസ്റ്റൻറ്റ് മെക്കാനിക് ടെക്നീഷ്യൻ, അസിസ്റ്റൻറ്റ് വെൽഡർ, ഫോർക്ക് ലിഫ്റ്റ് ഡ്രൈവർ, അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ, അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ. ഇത്രയും പോസ്റ്റുകളിലേക്ക് 172 കുവൈറ്റ് ദിനാറായിരിക്കും സാലറി. ഏകദേശം 47,000 ഇന്ത്യൻ രൂപ. ഇതിലൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ഈ അസിസ്റ്റൻറ്റ് പോസ്റ്റുകളിലേക്ക് മിനിമം 2 വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി. ബാക്കിയുള്ള പോസ്റ്റുകളിലേക്ക് മിനിമം 3 മുതൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എല്ലാ പോസ്റ്റുകളിലേക്ക് നിർബന്ധമാണ്. ചില വേക്കൻസികളിലേക്ക് നിങ്ങൾക്ക് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ചില വേക്കൻസികളിലേക്ക് നിങ്ങൾക്ക് ITI ഡിപ്ലോമ ഉണ്ടായിരിക്കണം. പക്ഷേ എല്ലാ പോസ്റ്റുകളിലേക്കും ഈ ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള അല്ലെങ്കിൽ ITI ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള അല്ലെങ്കിൽ മറ്റു വേക്കൻസികളിലേക്കൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. 2 അല്ലെങ്കിൽ 3 വർഷത്തിൽ കൂടുതലുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അസിസ്റ്റൻറ്റ് പോസ്റ്റുകളിലേക്ക് മാത്രം നിങ്ങൾക്ക് 2 മുതൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. പക്ഷേ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ബാക്കിയുള്ള എല്ലാ വേക്കൻസികളിലേക്കും നിങ്ങൾക്ക് 3 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അപ്പോൾ യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ CV അയച്ചു തരിക. ഒപ്പം കുവൈറ്റ് ഗവൺമെൻറ് ജോബ് എന്ന് പറഞ്ഞ് ഏത് പോസ്റ്റിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ മെസ്സേജ് അയക്കുന്നത് ആ ഒരു പോസ്റ്റിൽ മെൻഷൻ ചെയ്ത് മെസ്സേജ് അയക്കാൻ മറക്കരുത്. ഇന്ന് രാത്രി 8 മണി വരെ മാത്രമായിരിക്കും നമ്മൾ ഇതിൻ്റെ CV കളക്ട് ചെയ്യുക. നാളെ രാവിലെ ആണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ. നാളെ 18-ാം തീയതിയാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ. അപ്പോൾ താല്പര്യമുള്ളവർ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.